ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒന്നും രണ്ടും പിണറായി ഗവൺമെൻറ്റുകൾ വരുത്തിയ മാറ്റം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് സർ. ഏതാണ്ട് 6000 കോടിയിൽ പരം രൂപ കേവലം 8 വർഷക്കാലത്തിനിടയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു ഗവൺമെൻറ് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഐക്യകേരള പിറവിക്ക് ശേഷം ആകെ ചെലവഴിച്ച തുകയുടെ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് ഈ 9 വർഷക്കാലമാണെന്ന് കാണാൻ സാധിക്കും. സർ, ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിന് കാരണമായത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധാപൂർവമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തന്നെയാണ്. ആ യജ്ഞം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ, പ്രിയപ്പെട്ട ശിവൻകുട്ടിയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. സർ, എൻ്റെ മണ്ഡലത്തിൽ മാത്രം 123 ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളാക്കി എന്നുള്ളത് സർ, ഹൈടെക് ക്ലാസ് മുറികൾ എന്ന് പറഞ്ഞാൽ കേവലം എഴുതി വയ്ക്കൽ മാത്രമല്ല സർ, AC ഹൈടെക് ക്ലാസ് മുറികളാക്കി. ഇന്റർനാഷണൽ സ്കൂളുകളിൽ പോലും എൻ്റെ മണ്ഡലത്തിലെ ഈ 123 ക്ലാസ് മുറികൾക്ക് സമാനമായിട്ടുള്ള സൗകര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല സർ. എൻ്റെ ചോദ്യം അതല്ല സർ, എൻ്റെ ചോദ്യം ഈ വർണ്ണക്കൂടാര പദ്ധതിയെ സംബന്ധിച്ചാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതായിട്ടുള്ള ഒരു പദ്ധതിയാണ് സർ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി. ആ പദ്ധതിയുടെ പ്രത്യേകതകളൊന്ന് വിശദീകരിക്കുക. ബഹുമാനപ്പെട്ട അംഗം 2 കാര്യങ്ങൾ പറഞ്ഞത്, 2 മറുപടി പറയേണ്ട കാര്യമാണ് സർ. ഒന്ന്, കിഫ്ബി വഴി 1427 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രം നിക്ഷേപിച്ചിട്ടുണ്ട് സർ. അതുകൂടാതെ പ്ലാൻ, നബാർഡ്, തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികളുടെ ആസ്തി വികസന പദ്ധതികൾ, SSK പദ്ധതികൾ എല്ലാം കൂടി ചേർന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ 5000-നും 6000-നും ഇടയിൽ കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖല ചെലവഴിച്ചിട്ടുണ്ട്. രണ്ടാമതായി ചോദിച്ച ഒരു കാര്യം വർണ്ണക്കൂടാരം സംബന്ധിച്ചാണ് സർ. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം. ഏതാണ്ട് 13 വ്യത്യസ്ത മേഖലകളെയാണ് ഇത് കുട്ടികൾക്ക് ആവശ്യമായ പഠനത്തിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും 4ഉം 5ഉം സ്കൂളുകൾ ഇപ്പോൾ ഇതിനോടൊപ്പം സെലക്ട് ചെയ്ത് വർണ്ണക്കൂടാര പദ്ധതി നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്കൂളുകളെ നടപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. ഏറ്റവും നവീനമായ ആശയങ്ങൾ കുട്ടികളിൽ എത്തിക്കാൻ കഴിയുന്ന പഠന സഹായി എന്ന നിലയിൽ വർണ്ണക്കൂടാരം കേരളമാകെ അംഗീകരിച്ചു. ലോകത്തിന് തന്നെ ഇതിപ്പോൾ മാതൃകയായി മാറിയിട്ടുണ്ട്.